പേര് തുടക്കം. ജൂഡ് ആൻ്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തുടക്കം. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ സിനിമയിലേക്ക് എത്തുന്നു, ഒരു തുടക്കം കുറിക്കാൻ എത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇത് പേര് പ്രഖ്യാപിച്ച അന്ന് മുതൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം ഓണക്കാലത്താണ് നമ്മുടെ മുമ്പിലെത്തുന്നത്. ഓണക്കാലം എന്ന് പറയാൻ പറ്റത്തില്ല, ഓണക്കാലത്തിന് വളരെ മുമ്പ് ഓഗസ്റ്റ് 7-ാം തീയതി ഈ ചിത്രം തിയേറ്ററിലെത്തുന്നു. ഏകദേശം 25-25 തോന്നുന്നു ഓണം. ഓഗസ്റ്റ് 7-ാം തീയതി ഒരുപക്ഷെ ഓണചിത്രങ്ങളിൽ ആദ്യത്തെ ഗണത്തിൽപ്പെടുത്താവുന്ന ചിത്രമായിട്ട് തുടക്കം എത്തുന്നു എന്നുള്ളതാണ്. ഇതിന് വേറെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചിത്രത്തിലെ ഒരു മുഖ്യ കഥാപാത്രമായിട്ട് മോഹൻലാലും എത്തുന്നുണ്ട് എന്നുള്ളത് മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ലാലേട്ടൻ്റെ ഒരുപക്ഷെ രണ്ടാമത്തെ ചിത്രമാകും ഓണക്കാലത്ത് എത്തുന്നത്. മറ്റൊരു ചിത്രം പൃഥ്വിരാജ് നായകനായ ഖലീഫ എന്ന ചിത്രത്തിലും മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. അതും ഓണക്കാലത്ത് എത്തുന്നു. അപ്പം വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം മോഹൻലാലിൻ്റെ കൂടെ, അതുപോലെ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകൻ ആശിഷ് ജോ ആൻ്റണിയാണ് ഇതിനകത്തെ പ്രധാന കഥാപാത്രമായി വീഴ്ത്തുന്ന മറ്റൊരു വ്യക്തി. സായികുമാർ, മനോജ് ജയന്, ഗണേഷ് കുമാർ ഇവരൊക്കെ തന്നെ എത്തുന്നുണ്ട്. അതിൻ്റെ റിലീഫും തീയതി പ്രഖ്യാപിച്ചുകൊണ്ടൊരു പോസ്റ്റർ ഇറക്കി കഴിഞ്ഞപ്പോൾ ഒരു പഴയൊരു വീട്, അവിടെ ഒരു പട്ടിയുടെ സാന്നിധ്യം ആ പോസ്റ്ററിനകത്ത് കൃത്യമായിട്ട് കാണാം. അതുപോലെ വീൽ ചെയറിലിരിക്കുന്ന സായികുമാറിനെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു സാധാരണ കുടുംബത്തിൽ നടക്കുന്ന ഒരു കഥയാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിനകത്ത് മോഹൻലാലിൻ്റെ കഥാപാത്രം എന്താണ് എന്നുള്ളത് ചിത്രം കണ്ടതിന് ശേഷം മാത്രമേ ഇത് പുറത്തു വരുത്തുള്ളൂ. 2018 എന്ന ചിത്രത്തിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ച സംവിധായകനാണ് ജൂഡ് ആൻ്റണി ജോസഫ് എന്ന് പറയുന്ന സംവിധായകൻ. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹം എന്താണ് നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് എന്നറിയാനുള്ള ഭയങ്കര താല്പര്യമുണ്ട്. വണ്ടിപ്പെരിയാറ്, കുട്ടിക്കാനം, തൊടുപുഴ, കൊച്ചി മേഖലയിലൊക്കെയാണ് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നിട്ടുള്ളത്. ഇപ്പം പ്രകൃതി മനോഹരമായ സ്ഥലങ്ങൾ ഒക്കെ നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു മികച്ച ചിത്രമായി മാറട്ടെ. മോഹൻലാലിൻ്റെ മകളുടെ വിസ്മയ മോഹൻലാലിൻ്റെ സിനിമയിലേക്കുള്ള തുടക്കവും ഒരു മികച്ച തുടക്കമായി മാറട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. ലാലേട്ടനെ പ്രണവ് മോഹൻലാൽ, ഇപ്പം വിസ്മയ മോഹൻലാൽ, അവരുടെ കുടുംബത്തിലുള്ള മിക്കവാറും എല്ലാം ഭാര്യ സുചിത്ര ഒഴിച്ച് ബാക്കി എല്ലാവരും സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുണ്ടല്ലേ. അപ്പം പിന്നെ നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ കാര്യം എന്ന് പറയുന്നത് ലാലേട്ടൻ ഈ ചിത്രത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പം ഓണത്തിന് ലാലേട്ടൻ്റെ 2 ചിത്രങ്ങൾ, ചെറുതെങ്കിലും 2 ചിത്രങ്ങളിൽ ലാലേട്ടൻ അഭിനയിക്കുന്നു. അപ്പോൾ ഓണക്കാലത്ത് മലയാളികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഓണക്കാലത്ത് ലാലേട്ടൻ ഇല്ലാതെ നമുക്കെന്താ ആഘോഷമല്ലേ. അത് വളരെ സന്തോഷകരമാണ്. എല്ലാ ചിത്രങ്ങളും വിജയിക്കട്ടെ, അതോടൊപ്പം തുടക്കം എന്ന ചിത്രവും വിജയിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. എത്തും വരെ ഓക്കെ ബൈ.